4000 പേരെ വന്നുള്ളൂ, 5000 പേർ കൂട് കൊടുത്തു. ആരുമില്ലാതിരുന്ന രാത്രിയില് 3000 പേർക്ക് അത്താഴം കൊടുത്തു. എങ്ങനെയുണ്ട്? പിന്നെ പകൽ പരിപാടിയാണേലും കുറച്ച് കട്ടില് വാങ്ങിക്കണ്ടായോ? ഒരു 150 കട്ടിലൊക്കെ വാങ്ങിച്ചു. അത് എവിടത്തേക്കാ? അന്നദാന മണ്ഡപത്തിലേക്ക്. ചേട്ടാ, ഈ അന്നദാന മണ്ഡപത്തിൽ എന്തിനാ കട്ടില്? ചേട്ടാ, കട്ടിലേല് കിടന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ആണോ ആളുകൾ ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ അന്നദാനം കൊടുക്കുന്നത്? ഒരു 150 എണ്ണം ഇപ്പൊ പരിശോധിച്ച് വന്നപ്പോ 100 എണ്ണം അവിടെ ഉണ്ട് കേട്ടോ. ദോഷം പറയരുത്. ബാക്കി 50 ഇതിലേ പോയെന്ന് അറിയത്തില്ല, ആവിയായി പോയി. ഇതിൽ ഒരു കട്ടിലിനും അതിലെ മെത്തയ്ക്കും തലയിണയ്ക്കും എല്ലാം കൂടി 1.11 ലക്ഷം രൂപ. അതെന്തോ കട്ടില? എന്നാ ചന്ദനം കൊണ്ടുണ്ടാക്കിയതാണോ അതോ സ്വർണം പൊതിഞ്ഞതാണോ? ഒരു കട്ടിലിന് 1.11 ലക്ഷം രൂപ. ഇതാർക്ക് കിടക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ? മുഖ്യമന്ത്രി രാവിലെ അവിടെ വന്നു, വെള്ളാപ്പള്ളി നടേശൻ കൂടെ ഉണ്ടായിരുന്നു, ഒരു പ്രസംഗമൊക്കെ നടത്തി അങ്ങ് പോവുക ചെയ്തത്. അവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് പോലും നമുക്ക് ഉറപ്പില്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ 1 ലക്ഷത്തിൽ പരം വരെയുള്ള കട്ടില് വാങ്ങിച്ചത്? അതും അന്നദാന മണ്ഡപത്തിലേക്ക്. എന്താ കളിയത്? ദേവസ്വം ബോർഡിന്റെ ഒരു കളിയെ. പിന്നെ നമ്മൾ വിളിച്ചു വരുത്തിയ ആളുകളല്ലയോ ഈ സംഗമത്തിന് വന്നത്, അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടായോ? പ്രതിനിധികള്, കുറച്ച് ഉദ്യോഗസ്ഥന്മാര്, അവരെല്ലാം കൂടാണ് ഈ 4000 പേരെന്ന് പറയുന്നത്. ഒരു സമ്മാനം, ഒരു ഗിഫ്റ്റ്, അതിപ്പോഴത്തെ രീതിയാണല്ലോ. അതിന് ചെലവായി എത്ര? 73 ലക്ഷം രൂപ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അവരായിരുന്നു ഇതിനെ നടത്തിപ്പെന്നാ പറയുന്നത്. ഊരാളുങ്കലാണെങ്കിൽ പിന്നെ ചോദ്യവും പറിച്ചതൊന്നുമില്ല കേട്ടോ. അതിന് ടെൻഡറും ഒന്നും വേണ്ട. നമ്മുടെ സർക്കാരിന്റെ ഒരു ഭാഗം പോരാ, സർക്കാർ തന്നെയാണ്. അവരുടെ കീഴില് അവരുടെ ഒരു സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസ്, പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസ്, IIT IM എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, അതുപോലാണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. നമ്മുടെ ഊരാളുങ്കലിന്റെ ഒരു സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞാൽ മതി. അവരാണ് ഇതെല്ലാം നടത്തിയത്. അവരാകുമ്പോൾ പിന്നെ ചോദ്യവും പറിച്ചിടൊന്നും വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് സർക്കാരിന്റെ ഒരു ഭാഗം തന്നെയാണ്. CPM-ന്റെയും ഒരു ഭാഗമാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്.